വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു ബി വൺ. അപ്പോൾ ഇന്ന് ഇവിടെ എൻ്റെ കൂടെ താമസിക്കുന്നവരുടെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ ഇന്ന് 5:30 or 5-നാണെന്ന് തോന്നുന്നത്. ഞാൻ ഇന്നലെയാണ് കാർഡ് ഇൻവിറ്റേഷൻ കാർഡ് എടുത്ത് നോക്കുന്നത്. ഞാൻ നാളെയാണെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ അവരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് കാർഡ് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഇന്നാണ് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഗിഫ്റ്റൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം നാളെ ആണെങ്കിൽ ഇന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തിന്ന് പെട്ടെന്ന് തന്നെ പോയി വാങ്ങിക്കാം. ഞാൻ അഞ്ചു ചേച്ചി അടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ എവിടെ പോയാലും അഞ്ചു ചേച്ചി ഉണ്ടാവും. അതുകൊണ്ട് വെസ്റ്റ് ഫീൽഡ് മാളിലാണ് നമ്മൾ പോയി ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് ഓർത്തെ. എന്തെങ്കിലും ടോയോ എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചെറിയൊരു വ്ളോഗ് എടുക്കാം. കാരണം വൈകുന്നേരത്തെ ഇവൻറ്റും കൂടി എനിക്ക് ഈ വ്ളോഗിൽ ആഡ് ചെയ്യാമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വ്ളോഗ് എടുത്തേക്കാം. ഞാൻ ഇതുവരെ ഇങ്ങനെ ഇവിടുത്തെ സെലിബ്രേഷനൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നറിയാം. അവർ പിന്നെ നോർത്ത് ഇന്ത്യൻസാണ്. ഇവർ ആക്ച്വലി ഹരിയാനക്കാരാണ്. അപ്പം നമുക്ക് കാണാം, കുറേ പേരെ കാണുകയും ചെയ്യാം. എന്തായാലും വൈകുന്നേരം പോസ്റ്റ് ആയിരിക്കും. അപ്പോൾ വ്ളോഗെങ്കിലും എടുത്തുകൊണ്ടിരിക്കാമല്ലോ, വീഡിയോ എങ്കിലും എടുത്തുകൊണ്ടിരിക്കാമല്ലോ. അപ്പോൾ അവർക്കും കാണാം. അവരെൻ്റെ വ്ളോഗ്സൊക്കെ കാണാറുണ്ട് കേട്ടോ. അവരെനിക്ക് ഓരോന്നൊക്കെ പറയാറുണ്ട്. ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ബസ് പോയാവോ? ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ബസ് മിക്കവാറും പോകാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് പോകും, കാരണം ആൾക്കാരൊക്കെ കുറവാണല്ലോ. അപ്പോൾ പെട്ടെന്ന് പൊക്കളയും. അപ്പം നമ്മൾ നേരത്തെ എത്തിയില്ലെങ്കിൽ ബസ് മിസ്സാവും. നമ്മളങ്ങനെ ബസ് ഇറങ്ങി. അഞ്ചു ചേച്ചി വന്നിരിക്കുകയാണ് ഗൈസ്. ആൾക്കാരുടെ മുമ്പിൽ വീഡിയോ എടുക്കാൻ നാളെ വീഡിയോ എടുക്കാൻ മറന്നു. ആ കാര്യം പറഞ്ഞു. നമുക്ക് ഷൂ നോക്കാമെന്ന് ഞാൻ വിചാരിച്ചേ. കൊള്ളാം കൊള്ളാം, നല്ലല്ലേ? കേമാട്ടാണ് കേട്ടോ. ഇവിടെ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് അല്ലേ? അഫോർഡബിൾ ആയിട്ട് അതെ. ഓഫർ സെയിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? ഓഫർ ക്ലിയറൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ നൈസായിട്ട് ടോപ്പ് എടുത്ത് ക്ലിയറൻസിൽ. ഞങ്ങൾ ഈ ഷൂ എടുക്കാമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ലല്ലേ? ചെലവുണ്ട്. അതെന്ന് അഞ്ചേച്ചിനെ വിളിച്ചതാണ് ഞാൻ വരാൻ പറഞ്ഞത്. പക്ഷെ അവര് വിളിച്ചില്ല. ഇതാണ് നമ്മൾ ചിരിച്ചോണ്ടേയിരിക്കും. അഞ്ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞ എന്നോട് എപ്പോഴും ചിരിക്കല്ലേ എന്ന്. അവ അഞ്ചു ചേച്ചി ഇപ്പം നമ്മൾ എങ്ങോട്ടാ പോണേ? യെസ്, ഞങ്ങളൊന്ന് പാക്ക് ആൻഡ് സേവിൽ കയറണം. പാക്ക് ആൻഡ് സേവിലൊക്കെ നമ്മൾ ഷോപ്പിങ്ങിന് പോണ വീഡിയോ വേറെ ദിവസം ഫുള്ളായിട്ട് എടുത്തിടാം. ഇത് ജസ്റ്റ് നമ്മൾ ബർത്ത്ഡേ വ്ളോഗല്ലേ, അപ്പോൾ കുറേ ഒന്ന് ആഡ് ചെയ്യാൻ പോകും. അപ്പോൾ ഗൈസ് ഞാൻ റെഡി ആവാൻ പോവാണ്. സിമ്പിളായിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. കാരണം എനിക്ക് രാത്രി ജോബുണ്ട്. അപ്പോൾ എന്തായാലും അതിന് പോകണം. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചേക്കണേ. ഇപ്പോൾ അവർ വന്നിട്ട് ഒരു 4 o'clock ആകുമ്പോൾ റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കൂടെയാണ് പോണേ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുമ്പോൾ കാണാം. സമയമില്ല, അപ്പോൾ തന്നെ വൈകി. സോ അപ്പം ഞാൻ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇനി അവർ വന്ന് നമ്മൾ പോവും. ഇപ്പോൾ ഇവിടെ ടൈം ഒരു 4 hour-ആയി. അപ്പം ഇനി ലേറ്റ് ആയിട്ടുണ്ട്. അവർ എന്തോ ഹെയർ സെറ്റ് ചെയ്യാനൊന്ന് പോയതാണ്. അപ്പോൾ ഞാൻ പോവാണ്. പോയി He's saying hi. Why can't you say? Say hi. Say hi. Hi. Nah, mummy जलूस निकल रहा है.
അപ്പൊ ഗൈസ് ബർത്ത്ഡേ പാർട്ടി ഒക്കെ കഴിഞ്ഞ് ഞാൻ എവിടെ എത്തി? ബാരിങ്ടൺ. ഞങ്ങൾ പണിയെടുക്കാൻ എത്തിയിരിക്കുകയാണ്. യെസ്, എല്ലാരും കാണിച്ചോ? എല്ലാരും കാണിച്ചോ? സോ അപ്പോൾ ഗൈസ് ഞാൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം. ചെറിയൊരു വ്ളോഗായിരുന്നു. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ കയറാൻ പോവാണ്. ഇനി വർക്കിന് കയറി കഴിഞ്ഞാൽ പിന്നെ ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. ഇനി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.